ഒരു കളിക്കൂട്ടുകാരാ, എഞ്ചിനീയറും ആർക്കിടെക്റ്റും ഗ്രൂപ്പ് നടക്കുന്ന സംഭവം. കേരളത്തിൽ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാട്ടോ മുസ്താഖ് അഹമ്മദും അതുപോലെ തന്നെ നമ്മൾ ആർക്കിടെക്ട് ഫാമിലിയും. നമുക്ക് വേണ്ടിയിട്ട് ചോദിക്കുക, ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ വീട് ഓൾറെഡി നമ്മൾ സിറ്റ് ഔട്ടിനെ കുറിച്ച് പറഞ്ഞു, ഡിഫറെന്റ് ആണ്. ഇവിടെ ഇങ്ങനെ ചെയ്യുന്നതിന്റെ എന്തായിരുന്നു ഒരു പ്ലാൻ? നമുക്കൊരു ഒരു ഡബിൾ ഹൈറ്റ് കൺസെപ്റ്റ് വേണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. കാരണം നമ്മൾ കുറഞ്ഞ ഏരിയയിലാണ് ചെയ്യുന്നത്, 2000 സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളിൽ നിന്ന് നിർത്തണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. എന്നാൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യണം. അപ്പോൾ അത് ഒരു നിർബന്ധമായിട്ടുള്ള കൺസെപ്റ്റ് ആയിരുന്നു. അത് ഞങ്ങളുടെ ആലോചനയിൽ വന്നു, ഞങ്ങളുടെ പ്ലാനിങ്ങിലും പുള്ളിനേറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഡിസ്കഷനിൽ വന്ന ഒരു ഭാഗമായിരുന്നു അത്. അതാണ് ഈ ഒരു ഹൈറ്റ് കൂടുതൽ കൊടുത്തതും. ആ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോ വളരെ കുറഞ്ഞൊരു ഡെപ്തേ ഉണ്ടാവുള്ളൂ, ഒരു 330, അതായത് 11 അടി മാത്രമേ ഇതിന്റെ വീതി ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് കയറി വരുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നരുത്, അതൊരു വിശാലമായ ഹോളായിരിക്കണം. അത് ആ ഒരു ഡബിൾ ഹൈറ്റ് കൊടുത്തു. മറ്റൊരു കാര്യം ഉണ്ടായിരുന്നത്, ആക്ച്വലി നമ്മളിവിടുത്തെ ഈ ഭൂപ്രദേശം ഒരു കോണ്ടൂർ സൈറ്റാണ്. ഇത് ആക്ച്വലി കോണ്ടൂറാണ്. അപ്പോൾ ഇതിന്റെ ബാക്കിലോട്ടുള്ള ബെഡ്റൂം ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എക്സ്ട്രാ കുറച്ച് എക്സ്പെൻസസുകൾ വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കി, ആ ലാൻഡിനെ അതേപടി നമ്മൾ യൂസ് ചെയ്യുക ചെയ്ത്. അതാണ് നിങ്ങളെ ബെഡ്റൂമിനെ ഒന്ന് താഴ്ത്തിയിട്ടുള്ളത്. അത് ആ ബെഡ്റൂം ഇങ്ങനെ കാണുമ്പോൾ തന്നെ സ്റ്റെപ്പ് ഉണ്ടാക്കി ഒരു ഡിഫറെന്റ് ഫീൽ ആണ് അല്ലെ, വീട്ടിൽ നിന്ന് വേറൊരു സ്പെഷ്യൽ ഏരിയ പോയിട്ട് കിടക്കണ പോലെ. അതിന്റെ ഒരു നല്ലൊരു ബേവിന്റെ ഒക്കെ കൊടുത്ത് നല്ല മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം അല്ലെ, നല്ല രസമായിട്ടുള്ള ഇതൊക്കെ കൊടുത്ത്, ബാത്റൂം അറ്റാച്ച്ഡ് ആണ്, ചെറിയ ബാത്റൂം. പക്ഷെ അവിടുത്തെ ടൈൽസുകളും കൂടെ കളക്ഷനിൽ വരുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് വലിപ്പം തോന്നിക്കുന്ന രീതിയിൽ ചെയ്തു.